إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷിർക്കിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചാണ്. പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഷിർക്ക് എന്നുള്ളതിന് രണ്ട് ഇനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തത് ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്. രണ്ടാമത്തത് ഷിർക്കുൽ അസ്ഗർ അഥവാ ചെറിയ ഷിർക്ക് എന്നുള്ളതാണ്. അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിൽ, അതുപോലെ തന്നെ സഹായത്തേട്ടങ്ങളിൽ, പ്രാർത്ഥനകളിൽ, നേർച്ചകളിൽ മറ്റൊരാളെ പങ്കാളിയാക്കുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന, ഇഷ്ടമില്ലാത്ത വലിയ പാപമാണ് ഷിർക്ക് എന്നുള്ളത്. ഷിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിൽ, ദൈവത്തിൽ പങ്കു ചേർക്കുന്ന ഒരുപാട് ആളുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോകളെ, ജീവികളെ, ഖബറിടങ്ങളിൽ പോയി അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ ഖബറാളികളോട് നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ആപൽ ഘട്ടങ്ങളിൽ അള്ളാനെ വിളിക്കുന്നതിന് പകരം പ്രവാചകന്മാരെയും ഔലിയാക്കന്മാരെയും വിളിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം തന്നെ വിശ്വാസികളായ ആളുകളെ അഖീദ പഠിപ്പിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതിന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്.
അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതിന് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്നാണ്. തൊട്ടടുത്തായി റബ്ബ് പറയുകയാണ്, മറ്റു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ശിർക്ക് എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ റബ്ബ് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകരെ, അങ്ങ് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ താങ്കൾ ചെയ്ത എല്ലാവിധ അമലുകളും അതോടുകൂടി പൊളിഞ്ഞു പോകുമെന്നാണ്. എത്ര മനോഹരമായ ഒരു ആയത്താണ് നോക്കൂ. ഒരു മനുഷ്യൻ അയാൾ വർഷങ്ങളോളം നേടിയെടുത്ത അയാളുടെ അമലുകൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതോടുകൂടി മുഴുവനായി പൊളിഞ്ഞു പോകുമെന്നാണ്. അതൊരു വാചകമാണെങ്കിലും ഒരാൾ ആപൽ ഘട്ടങ്ങളിൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരു ഔലിയാനോട്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് വിളി കേട്ടിട്ട് ഉത്തരം നൽകാൻ ഇന്ന വ്യക്തിക്ക് സാധിക്കും എന്ന് വിചാരിച്ച് ആ ശക്തിയെ വിളിച്ചാൽ അതോടുകൂടി അയാൾ ചെയ്ത മുഴുവൻ അമലുകളും ബാത്തിലായി പോകും എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് വമയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്, സൽക്രമങ്ങൾ ചെയ്യുന്നത് നാളെ പരലോകത്ത് മരിച്ചു ചെന്നാൽ എനിക്ക് സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഒരാൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിലൂടെ അവന്റെ മേൽ സ്വർഗത്തെ അല്ലാഹു നിഷിദ്ധമാക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദീനിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അയ്യു ദൻബിൻ അഅ്ളമു ഇൻദല്ലാഹ്, പ്രവാചകരെ, തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ളത് ഏതാണ്? എന്താണ് ചോദ്യം? തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ളത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പറയുകയാണ്, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. നമ്മെ സൃഷ്ടിച്ചത്, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയത്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സംവിധാനിച്ച അല്ലാഹു ആണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നിട്ട് ഒരാൾ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കുന്നു, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലാഹു എനിക്ക് നൽകിയ ആയുസ്സിൽ ശിർക്കിന്റെ ഒരു ഭാഗം പോലും കടന്നു വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാനും പാടില്ല. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനായ എൻ്റെ പ്രവാചകൻ എനിക്ക് ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിലെ ഒന്ന് എന്ന് പറഞ്ഞാൽ, നിന്റെ ശരീരത്തെ ഒരാൾ കത്തിച്ചു കളയുകയാണ് എങ്കിലും ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന മഹത്തരമായ ഒരു ഹദീസാണ്. നമ്മെ ഒരാൾ കത്തിച്ചു കളഞ്ഞാലും ശിർക്ക് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ
വലിയ പീഡനങ്ങൾക്ക് നമ്മളെ ഇരയാക്കിയാലും നീ ചെയ്യരുത്, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. നമ്മുടെ ഈ അടുത്ത പ്രദേശമായ മണ്ണാർക്കാട് കഴിഞ്ഞാൽ തന്നെ മുസ്ലിങ്ങളായ ആളുകൾ തന്റെ വാഹനങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ട് അവിടെ നാട്ടിയിട്ടുള്ള ഒരു കല്ലിനെയാണ് ആരാധിക്കുന്നത്, മറ്റു മതസ്ഥരല്ല. അതേപോലെ തന്നെ ആളുകൾ യാത്ര പോകുമ്പോൾ റോഡരികിൽ ഒരു മഖ്ബറ കണ്ടാൽ അവിടെ വാഹനം നിർത്തി പൈസകൾ വലിച്ചെറിഞ്ഞ് തന്റെ യാത്രയുടെ ആഗ്രഹം ആ ജാരത്തിൽ അന്തിയുറങ്ങുന്ന വ്യക്തി സഫലീകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി, വളരെ പ്രതിഫലത്തോടു കൂടി അവിടേക്ക് പൈസകൾ എറിയുന്ന, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ നാളുകളിൽ പറയുകയുണ്ടായി, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, യഹൂദികളെയും നസ്രാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവരെ ശപിക്കാനുള്ള കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഇ മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരെ, മഹാന്മാരായ ആളുകളുടെ ഖബറിടങ്ങൾ അവർ മരണപ്പെട്ടപ്പോൾ പള്ളികളാക്കി മാറ്റിയതാണ്. പള്ളികൾ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി മാറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, അല്ലാഹുവേ എൻ്റെ ഖബറെടുത്ത് ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് എന്ന്. ഇന്നും ആളുകൾ പുണ്യങ്ങൾക്ക് വേണ്ടി, പാപമോചനത്തിനു വേണ്ടി, ജീവിതത്തിൽ ആപത്തുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മഖ്ബറകളിൽ പോകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പല ഔലിയാക്കന്മാരുടെയും ആണ്ടായാൽ അല്ലാഹുവിന്റെ പേരിൽ ബലിയർക്കുന്നതിന് പകരം ഔലിയാക്കന്മാരുടെ പേരിൽ, ജീലാനിയുടെ പേരിൽ, മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിലൊക്കെ ബലിയർപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുസ്ലിം അവൻ 5 നേരം നമസ്കാരങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമുണ്ടാക്കുന്നത്, അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നത്, രോഗശമനം നൽകുന്നത്, സന്തോഷങ്ങൾ നൽകുന്നത്, ആപത്തുകളെ തടയുന്നത്, അതിനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു സൃഷ്ടിച്ച ഒരു പടപ്പിനും പടച്ച റബ്ബ് ആ ഒരു കഴിവ് നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള ഒരു പാട പോലും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അത്രക്കും നിസ്സാരമായ ഒരു കാര്യത്തെ നമുക്ക് നൽകിയ ഒരു ആപത്തിനെ, പരീക്ഷണത്തെ മാറ്റാൻ വേറൊരാൾക്ക് സാധിക്കുകയില്ല എന്നാണ്. അത് അല്ലാഹുവിന്റെ കഴിവാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ശിർക്ക് ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകർ ഒരാളുടെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. അയാൾക്കൊരു രോഗമുണ്ട്. രോഗം മാറാൻ വേണ്ടി അയാളുടെ ശരീരത്തിൽ ഒരു നൂല് എന്തോ ബന്ധിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നീ ഇത് കെട്ടിയിട്ടുള്ളത്? അദ്ദേഹം പറയണേ, എന്റെ രോഗശമനത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു വിശ്വാസത്തോടു കൂടി അത് ബന്ധിപ്പിച്ചുകൊണ്ട് നീ മരണപ്പെട്ടാൽ നരകത്തിലാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ശരീരത്തിൽ ഉറുക്ക്, അതേപോലെ തന്നെ ഏലസ്, ഐക്കല്ല് കെട്ടിയാൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു എന്നാണ്. നമുക്കൊരു രോഗമുണ്ടായാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയുമാണ്. അതാണ് അയ്യൂബ് നബിയുടെ ജീവിതത്തിന്റെ പാഠമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്നും ആളുകൾ
രോഗശമനത്തിനു വേണ്ടി, അതേപോലെ തന്നെ ജീവിതത്തിൽ ആപത്തുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നൂലുമേലസൊക്കെ കെട്ടുന്ന ആളുകൾ. ചില ആളുകളൊക്കെ ഇത് നിസ്സാരായിട്ട് കാണുന്നു. റബ്ബ് പഠിപ്പിക്കുകയുണ്ടായി, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ വരെ മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തുന്നാണ്. പള്ളിയാണ് സത്യം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാണ് സത്യം എന്ന് ഒരാൾ പറയുകയാണ് എങ്കിൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു എന്നാണ്. നമ്മുടെ കുട്ടികളൊക്കെ പറയും എന്റെ ഉമ്മയാണ് സത്യം, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അത് ശിർക്കിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് ഹദീസുകൾ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ ശിർക്കുൽ അക്ബർ എന്നുള്ളത് ഒരിക്കലും കടന്നു വരാൻ പാടില്ല. രണ്ടാമത്തെ ശിർക്കിന്റെ ഒരു ഇനമാണ് ശിർക്കുൽ അസ്ഗർ എന്നുള്ളത്, ചെറിയ ശിർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നാ ഖവഫ മാ ഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ്. സ്വഹാബികൾ ചോദിച്ചു, ഖാലു വമാ ശിർക്കുൽ അസ്ഗർ, പ്രവാചകരെ എന്താണ് ഈ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അരിയാ, റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അത് ഏത് സൽപ്രവൃത്തിയാണെങ്കിലും, ഒരാൾ സ്വതക്ക കൊടുക്കുക, രണ്ടാൾ അറിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ വരട്ടെ, അല്ലെങ്കിൽ അത് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പരത്തട്ടെ എൻ്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടി. ഒരാൾ നമസ്കരിക്കുന്നു, അത് ഞാൻ വലിയ നമസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവർ അറിയണം. ഇങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിനെയാണ് റിയാ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരും. 3 വിഭാഗം ആളുകൾ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര സംഭവം. പരലോകത്ത് 3 ആളുകളെ അള്ളാഹു കൊണ്ടുവരും. ഒരാൾ ജവാദാണ്. ജവാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകിയ ഒരു മനുഷ്യൻ. എന്നിട്ട് അള്ളാഹു ഈ മനുഷ്യനോട് ചോദിക്കണേ, നിനക്ക് ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ, എന്താണ് നീ അതുകൊണ്ട് പ്രവർത്തിച്ചത്? അങ്ങനെ ഈ മനുഷ്യൻ നൽകുന്ന മറുപടി, അള്ളാഹുവേ, നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകുകയുണ്ടായി, ഞാനത് എനിക്ക് കഴിയുന്ന പോലെ ആളുകൾക്ക് നൽകുകയുണ്ടായി, ഒരുപാട് ആളുകളെ ഞാൻ സഹായിച്ചു. ഈ സമയത്ത് റബ്ബ് അയാൾക്ക് നൽകുന്ന മറുപടി, കദബ്ത വലാകിൻ ഫഅൽത ലിയൻ യുഖാല ജവാദ്, കളവാണ് നീ പറഞ്ഞത്, വളരെ വലിയ ഔദാര്യവാനാണ് എന്ന് ജനങ്ങൾ നിന്നെ പറ്റി പറയാൻ വേണ്ടിയാണ് നീ അങ്ങനെ പ്രവർത്തിച്ചത്, നിനക്ക് എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്നാണ്. അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നീട് കൊണ്ടുവരപ്പെടുക വിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടിയ നല്ല പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനായ മനുഷ്യനെ. എന്നിട്ട് അയാളോട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ ഒരുപാട് അറിവ് നൽകിയില്ല, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ നിനക്ക് നൽകിയില്ല. അയാൾ നൽകുന്ന മറുപടി, അല്ലാഹുവേ, ഞാൻ പഠിച്ച ഈ ദീനി കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആൻ, അത് ഞാൻ പാരായണം ചെയ്യുകയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് അള്ളാഹു അയാളോട് നൽകുന്ന മറുപടി, കദബ്ത, കളവാണ് നീ പറഞ്ഞത്, ഭയങ്കര വലിയ കാര്യമാണ്, നല്ല പണ്ഡിതനാണ് കേട്ടോ എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ എന്ത് ചെയ്തത്, പ്രവർത്തിച്ചത്, നിനക്ക് എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. 3-ാമതായി കൊണ്ടുവരപ്പെടുക ഒരു ജരീ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ. അയാളോട് അള്ളാഹ് ചോദിക്കും, നിനക്ക് ആരോഗ്യം നൽകിയില്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും ആ രൂപത്തിൽ ഷഹീദാകാനുമുള്ള അവസരം ഞാൻ നൽകിയിട്ട് നീ എന്താണ് ചെയ്തത്? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ആ മാർഗത്തിൽ തന്നെ ഷഹീദാവുകയും ചെയ്തു. ഈ സമയത്ത് അള്ളാഹു നൽകുന്ന മറുപടി, കളവാണ് നീ പറഞ്ഞത്, ആളുകൾ നീ വലിയ ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അങ്ങനെ അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ സുദീർഘമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്,
അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരാൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിനെയാണ് റിയാ എന്ന് പറയുക. മനസ്സിലാക്കേണ്ടത്, ഒരാൾ റിയായിന് വേണ്ടി പ്രവർത്തിച്ചാൽ അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് അതിന്റെ പേരിൽ കുറ്റം വരെ കിട്ടുമെന്നുള്ളതാണ്. അതിനെയാണ് ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ടോ, നമ്മുടെ സംഘടനാ പ്രവർത്തനം, നമസ്കാരങ്ങൾ, മറ്റു ഇബാദത്തുകൾ, സ്വതക്കകൾ, സകാത്ത്, ഇങ്ങനെയുള്ള ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ സഹോദരി സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഷിർക്കിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞത്. ഒന്ന് ഷിർക്കുൽ അക്ബറാണ്, രണ്ടാമത്തെ ഷിർക്കുൽ അസ്ഗറാണ്. രണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. വളരെയധികം സൂക്ഷിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.